പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് നമുക്ക് അനുകൂലമായൊരു കാലാവസ്ഥ നമ്മുടെ ദേശത്ത് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. കർത്താവിൻ്റെ വചനം പറയുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട്. ഏലിയ പ്രവാചകൻ നമ്മെപ്പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു. ആഹാബ് രാജാവിലൂടെ ആ ദേശത്ത് ഒത്തിരിയേറെ വിഗ്രഹാരാധനയും അന്ധവിശ്വാസവും കടന്നു വന്നപ്പോൾ ആ വേദനയോടെ പലവട്ടം രാജാവിനെ തിരുത്താൻ ശ്രമിച്ചിട്ടും രാജാവ് തിരുത്താതിരുന്നപ്പോൾ ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയാണ്, ഇനി ഞാൻ പറയുന്നതുവരെ ഇവിടെ മഴ പെയ്യുകയില്ല. സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, 3.5 വർഷം അവിടെ മഴ പെയ്തില്ല ദേശത്ത്. നമ്മൾ ഏതാനും മാസങ്ങൾ മഴ പെയ്യാതിരിക്കുമ്പോൾ, ചൂട് വർദ്ധിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. ആ ദേശത്ത് 3.5 വർഷം മഴ പെയ്തില്ല എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ ഭൂമിയെല്ലാം വളരെയധികം വറുതി കൊണ്ട്, വളരെയധികം വേനലിൻ്റെ വറുതി കൊണ്ട് അങ്ങനെ ഉണങ്ങിയ ആ ഭൂമി. പക്ഷെ വീണ്ടും ദൈവത്തോട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അതാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. 1 രാജാക്കന്മാർ 17:1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വായിക്കുകയാണ്, ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞതല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. എന്നാൽ പിന്നീട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്ത് ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലാവസ്ഥയെക്കുറിച്ച് ഓർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. അതാണ് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. സാമൂവേലിൻ്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ വചനം പറയാണ്, സാമൂവേൽ കർത്താവിന് വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ഇടിയും മഴയും അയച്ചു, ജനം കർത്താവിനെയും സാമൂവേലിനെയും ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ വലിയൊരു വറുതിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മളാരും ഇതുവരെ നേരിടാത്ത വിധത്തിലുള്ള വലിയ ഒരു പ്രതിസന്ധി ചൂടുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം പത്രം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യം, മനുഷ്യർ ഒത്തിരിയേറെ ഈ വേനൽ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഈ വളരെയധികം സൺസ്ട്രോക്ക് അടിച്ചും അതോടൊപ്പം ഒക്കെ നമ്മൾ ഡീഹൈഡ്രേഷൻ മൂലമൊക്കെ മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു വാർത്ത, ഒരു ആന ചെരിഞ്ഞതിനെ കുറിച്ച് വായിക്കാനിട വന്നു. അത് തിരുവനന്തപുരത്ത് പത്തനാപുരം എന്ന സ്ഥലത്താണ്. അവിടെയുള്ളൊരു കാട്ടിൽ ഒരാനയെക്കുറിച്ചൊരു വാർത്ത വന്നതാണ്. ഈ ആന അത് വെള്ളം കിട്ടാതെ 10 ദിവസം വെള്ളം കുടിക്കാതെ വെള്ളം അന്വേഷിച്ച് നടന്നു. കാട്ടിലെല്ലാം വെള്ളം വറ്റി. അങ്ങനെ 10 ദിവസം ഇതിങ്ങനെ വെള്ളം കിട്ടാതെ നടന്ന് തളർന്ന് ക്ഷീണിച്ച് അവസാനം ഒരു കുന്നിൻ ചെരുവിലെത്തിയപ്പോൾ അത് വെള്ളം കണ്ടു. പക്ഷേ ആ കുന്നിൻ ചെരുവിൽ വെച്ചത് അപ്പോഴേക്കും തളർന്നു വീണു. പിന്നീട് ആ ആനയ്ക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അത് അവിടെ കിടന്ന് അത് ചത്തുപോയി, അത് ചെരിഞ്ഞു പോയി ഈ ആന. നമ്മൾ ഈ ആന ചെരിഞ്ഞതിന് ശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യും. നമുക്കറിയാം, പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് 10 ദിവസം ഈ ആനയ്ക്ക് കാട്ടിലൊരു തുള്ളി വെള്ളം കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് ചെരിഞ്ഞു പോയത്. അപ്പോൾ സ്നേഹമുള്ളവരെ, മനുഷ്യരോടൊപ്പം വന്യജീവികൾ നമുക്ക് ഒത്തിരിയേറെ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ആന ശല്യമുണ്ട്, ആന മനുഷ്യരെ കൊല്ലുന്നുണ്ട്.
പന്നി ശല്യമുണ്ട്, കുരങ്ങൻ്റെ ശല്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വന്യജീവികൾ, മിണ്ടാപ്രാണികൾക്ക് പോലും വനത്തിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. അത്രമാത്രം ഭൂമി വരണ്ടുണങ്ങി അരുവികളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു സ്ഥലത്ത് ഒരു വീട്ടിലെ 3 പശുക്കൾ ചത്തതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ആ പശുക്കൾ മേയാൻ പോയപ്പോൾ സൂര്യതാപമേറ്റതാണ്. അങ്ങനെ ആ വീട്ടിലെ 3 പശുക്കൾ പൊള്ളലേറ്റ് മരിച്ചു. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ പൊള്ളിപ്പോയി. അങ്ങനെയാണ് ഈ 3 പശുക്കൾ ചത്തതെന്ന് വായിക്കാനിട വന്നു. ഇപ്പോൾ സ്നേഹമുള്ളവരെ, അവയ്ക്ക് മിണ്ടാപ്രാണികൾക്ക് മനുഷ്യരുടേതുപോലെ അറിവില്ല. എവിടെയാണ് വെള്ളം കിട്ടുക, ചൂട് എന്തുമാത്രമുണ്ട്. അവ വെള്ളം തേടി നടക്കുന്നു, വെള്ളം കിട്ടാത്ത അവസ്ഥ. അങ്ങനെ എത്രയോ വന്യജീവികൾ ചത്തുപോകുന്നു, വെള്ളം കിട്ടാതെ ചത്തുപോകുന്നു. അതോടൊപ്പം മനുഷ്യരുടെ കാര്യവും ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവനാമത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുമെന്നാണ് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാറ്റും കടലും ഈശോയെ അനുസരിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ പ്രകൃതി ശക്തികളുടെ മേൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞപ്പോൾ കാറ്റ് ശമിച്ചത്. അതാണ് ശിഷ്യന്മാരെ അതിശയിപ്പിച്ചത്. കാറ്റും കടലും പോലും ഇവൻ അനുസരിക്കുന്നല്ലോ. അതേ സ്നേഹമുള്ളവരെ, ദൈവത്തിന് ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ വലിയ അധികാരമുണ്ട്. തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് മഴയില്ലാത്തതിന് കുറേ കാരണങ്ങൾ പറയാനുണ്ട്. മരങ്ങൾ വെട്ടിയതും, കെട്ടിടങ്ങൾ വന്നതും, വലിയ വലിയ റോഡുകൾ ഒക്കെ ഉണ്ടായതും, അങ്ങനെ ഒത്തിരിയേറെ കാരണങ്ങൾ ശാസ്ത്രീയമായിട്ടുണ്ട്. എങ്കിൽ പോലും മനുഷ്യൻ്റെ തിന്മ വർദ്ധിച്ചതുമൊക്കെ കാരണങ്ങളാകാം. പക്ഷേ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിടങ്ങളിൽ കർത്താവ് മഴ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവർ, നമുക്കറിയാം നമ്മുടെ മനുഷ്യർക്ക് തന്നെ എന്തുമാത്രം വെള്ളമാണ് ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്നത്. അതോടൊപ്പം വനത്തിൽ മൃഗങ്ങൾക്ക് എന്തുമാത്രം വെള്ളമാണ് ആവശ്യമായിരിക്കുന്നത്. ഞാൻ ആ ആന ചെരിഞ്ഞതിനെ കുറിച്ച് വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, ഒരു ദിവസം ഒരാനയ്ക്ക് 200 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരാന ഒരു ദിവസം കുടിക്കുന്നത് 200 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ എന്തുമാത്രം വെള്ളം വനത്തിലുണ്ടാകണം, എന്തുമാത്രം ആനകളാണ് കാട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ആനയ്ക്ക് ജീവിച്ച് ആരോഗ്യത്തോടുകൂടെ പോകണമെങ്കിൽ 200 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ പലവിധത്തിൽ തെറ്റായ രീതിയിൽ പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും ഇല്ലാതായിത്തീരുന്നതും. എന്തു തന്നെയാണെങ്കിലും കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കും. നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്ന ഇടങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് ആ മഴ പെയ്യാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ആ അധികാരം അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അധികാരവും യേശുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ വേനലിൻ്റെ വറുതിയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്നവർ, നമ്മൾ അകത്തിരിക്കുമ്പോൾ തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മളിൽ പലരും സങ്കടപ്പെടുമ്പോൾ പുറം ജോലി ചെയ്യുന്നവരുണ്ട്. കെട്ടിടം പണിയും മറ്റു പണികളും റോഡ് പണികളൊക്കെ ആയിട്ട് അവരുടെയൊക്കെ ദുരിതം എത്ര കഷ്ടപ്പാടാണ്.
അതോടൊപ്പം വന്യജീവികൾ, അവയ്ക്ക് മനുഷ്യൻ്റേതുപോലെ ബുദ്ധിയില്ല. എവിടെ വെള്ളം കിട്ടും എന്ന് കണ്ടെത്താനും പോകാനും ഒക്കെ. എത്രയോ പക്ഷി മൃഗാദികൾ വെള്ളം കിട്ടാതെ ഈ ദിവസങ്ങളിൽ ചത്തുപോകുന്നു, തളർന്നു കിടക്കുന്നു. എത്രയോ വന്യജീവികൾ അലയുന്നു, വെള്ളം കിട്ടാതെ ചത്തുപോകുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, ഈ വേനലിൻ്റെ വറുതിയും രോഗങ്ങളും അസ്വസ്ഥതകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ശരീരത്തിൻ്റെ തളർച്ച നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ഏതെങ്കിലും തിന്മകളോ അവരുടെ പ്രവൃത്തികളോ ആണ് ഇതിനൊക്കെ കാരണമെങ്കിൽ ഈശോയെ ഞങ്ങളെല്ലാ മനുഷ്യർക്കും വേണ്ടി മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, ഞങ്ങളോട് കരുണ കാണിച്ച് അനുകൂലമായ ഒരു കാലാവസ്ഥ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധികളിലൂടെ, രോഗങ്ങളിലൂടെ, തകർച്ചയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ അവരെല്ലാവരും ഈശോ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവമേ ഞങ്ങൾക്ക് അനുകൂലമായ കാലാവസ്ഥ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായിട്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, ഈ ലോകത്തിൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ. ഏലിയാ പ്രവാചകൻ ഞങ്ങളെ പോലെ ഒരു മനുഷ്യനായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു, മഴ പെയ്തു. സാമുവേൽ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുക. ദൈവമേ, കർത്താവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വറുതിയിലായിരിക്കുന്ന എല്ലാ മനുഷ്യരെ, മൃഗങ്ങളെ, പക്ഷി മൃഗാദികളെ കരുണ കാണിക്കണമേ കർത്താവ്. അനുകൂലമായ കാലാവസ്ഥ നൽകണം, മഴ നൽകണമേ ഈശോയെ. നമുക്ക് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഗാനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പൗലോസ്ലീഹ ഫിലിപ്പിയർ 4:13 പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആകാശമടയ്ക്കാനും ആകാശം തുറക്കാനുമുള്ള ശക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടെ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം, കാരണം ശക്തമായി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണെൻ്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണെൻ്റെ ദൈവം. ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവൻ നമുക്ക് നല്ല കാലാവസ്ഥയും നല്ല വിളവും നൽകി നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്
നമുക്ക് കരങ്ങൾ ശക്തമായി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളുയർത്തി ആദരം തുറന്ന് സ്തുതിച്ചേ. കരങ്ങളുയർത്തി ആദരം തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 എല്ലാ കുടുംബങ്ങളോട് കരുണയായിരിക്കണം, എല്ലാ മക്കളോട് കരുണയായിരിക്കണം. യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ 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 യേശുവേ. സ്തുതി 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 സ്തുതി. മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ സമയമാണ്. ഒരു ആക്സിഡൻറ്റിൽ മാരകമായിട്ട് പരിക്കുപറ്റി ആശുപത്രിയിലായിരിക്കുന്ന ഒരു യുവാവിന് വേണ്ടി ആരോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ യുവാവിൻ്റെ കാര്യത്തിൽ ഈശോ അത്ഭുതകരമായിട്ട് ഇപ്പോൾ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അന്നനാളം ചുരുങ്ങുന്ന അതുമൂലം ഭക്ഷണം കഴിക്കുവാൻ പ്രയാസവും മറ്റ് ശാരീരിക അസ്വസ്ഥതകളുമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു സഹോദരിയോട് ഒരു ഭാഗം നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരി വളരെ സങ്കടത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ആ സഹോദരിയെ സ്പർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. മക്കളുടെ റിസൾട്ട് തുടർന്ന് അവരെ എന്തു പഠിപ്പിക്കും, അതിനുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ ആലോചിച്ച് ഒത്തിരി ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 78 പേരെ ഈശോ കാണുന്നു. ഈശോ അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. തെറ്റായ സ്നേഹബന്ധങ്ങൾ, വിവാഹത്തിന് ശേഷം വിവാഹേതര ബന്ധങ്ങളുള്ള 8 പേരോട് മാനസാന്തരപ്പെടുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. അതിലൊരു സഹോദരി, 2 മക്കളുള്ളൊരു സഹോദരി ഒരു റിലേഷൻഷിപ്പിൽ അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. വലിയ അപകടാവസ്ഥയിലാണ്. അതിൽ നിന്ന് ഇപ്പോഴെങ്കിലും പിന്മാറിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്ന് ഈശോ സഹോദരിയോട് പറയുന്നു, മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഴ്ചയ്ക്ക് ശേഷം നടുവിന് ശക്തമായിട്ടുള്ള വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മരിച്ചുപോയ ചിലരെ കുറിച്ചുള്ള സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവർ മരിച്ച സമയത്ത് അത്രയും സങ്കടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വളരെ സങ്കടത്തിലായിരിക്കുന്നു. അങ്ങനെയുള്ള 3 പേരെ കർത്താവ് ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിവർ സംബന്ധമായ അസുഖം, ഹെപ്പറ്റൈറ്റിസ് സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ, അങ്ങനെയുള്ള രോഗപീഠകളുള്ള 3 പേരെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരോഗ്യപരമായ കാരണങ്ങൾ മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത 12 പേരെ
ഈശോ അവർക്ക് കൂടുതൽ ആരോഗ്യം നൽകി ജോലിക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബത്തിൽ നിരന്തരം കലഹം, വഴക്ക്, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന 50-ലധികം കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ടുള്ള തലവേദനയുണ്ട്, അങ്ങനെയുള്ള 9 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇപ്പോൾ 2 മക്കളുണ്ട്, ഒരു കുഞ്ഞുകൂടെ വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഏറെ സമയം നിൽക്കാനോ ഇരിക്കാനോ സാധിക്കാത്ത വിധത്തിൽ നടുവേദനയുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കാൽമുട്ടിന് സർജറി പറഞ്ഞിരിക്കുന്ന, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജിറ്റി ഷാജി. ഞാനിവിടെ വന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കുകയും പരിശുദ്ധ അമ്മ വഴി ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് സ്കൂട്ടിയുടെ ലൈസൻസ് കിട്ടുകയുണ്ടായി. ആ വലിയ കൃപയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ജിറ്റി ഷാജി, കടുവാക്കുഴി. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നതുവരെ അങ്ങയുടെ പക്കലെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും
ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമീൻ. നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷകൾ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ജോലി അന്വേഷിക്കുന്നവരെ അന്വേഷിക്കണം. വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. ഈശോയെ അനുകൂലമായ കാലാവസ്ഥ നൽകണമേ. ശക്തമായ മഴ ഈ ദിവസങ്ങളിൽ ലഭിക്കട്ടെ. യേശുനാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കാലാവസ്ഥ മാറട്ടെ. അനുകൂലമായ കാലാവസ്ഥ ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. പല വിവാഹാലോചനകൾ വന്നിട്ടും വിവാഹം നടക്കാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹം, ആ പെൺകുട്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ. ആ മകളുടെ വിവാഹം കർത്താവ് ഒരുക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. മുടി കൊഴിഞ്ഞു പോകുന്നത് മൂലം ഏറെ അസ്വസ്ഥപ്പെടുന്ന 9 പേരെ ഈശോ കാണുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള 3 പേരെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. കഴുത്ത് തിരിക്കുവാൻ പ്രയാസം, വേദന, ഇങ്ങനെ അസ്വസ്ഥതകളുള്ള 2 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചു നാളായിട്ട് മുഖത്ത് ഒരു സന്തോഷവുമില്ലാതെ, ഇങ്ങനെ ഒരു സന്തോഷവുമില്ലാതെ ജീവിക്കുന്ന 60-ലധികം പേരെ കർത്താവ് സ്പർശിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം അനേകരിലേക്ക് ഒഴുകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതനേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും